എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അളകനന്ദയുടെ ഗൗതമിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ അങ്ങനെ തിരിച്ച് ഇന്ദീവരത്തിലേക്ക് എത്തുവാണ്. അപ്പൊ ആ വിഷുദിനത്തില് സുമംഗലാമ്മ പറഞ്ഞ പോലെ തന്നെ അർജുൻ തിരിച്ചെത്തുന്ന ആ നല്ല കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം നന്ദയുടെ കോളേജിലേക്ക് എത്തുന്നുണ്ട്. കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് നന്ദയുടെയും മിഥുന്റെയും കൂടെ ഡ്യുവറ്റ് ഡാൻസ് കാണാനായിട്ട് ഇടയാവുന്നത്. ഈ ഡാൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഗൗതത്തിന് മുഖം പെട്ടെന്ന് മാറി. നന്ദ പക്ഷെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഗൗതമിനെ കണ്ട ഉടനെ വന്നിട്ട് പറഞ്ഞു, ഗൗതം സാർ, ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഒപ്പം ഡാൻസ് കളിക്കുന്ന മിഥുന്, ഇത് മിഥുൻ പ്രസാദ് ആന്ന് പറയാണ്. മിഥുൻ പ്രസാദ് ഷെയ്ക്കാന്റെ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പേര് മിഥുന്. അങ്ങനെ പറഞ്ഞു പരസ്പരം പരിചയപ്പെടുവാണ്. പക്ഷെ ഗൗതത്തിന്റെ മുഖത്തൊരു തെളിച്ചമുണ്ടായില്ല. ഗൗതം നന്ദിയോട് പറഞ്ഞു, നന്ദ ഒരു മിനിറ്റ്, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. നന്ദേനെയും കൂട്ടി അങ്ങോട്ട് പോവാണ്. ആ ഒപ്പം തന്നെ മിഥുനെയും കൂടെ വിളിച്ചു, മിഥുനും കൂടെ വരാൻ പറയാണ്. അങ്ങനെ രണ്ടുപേരെയും വിളിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അല്ല ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഡാൻസ് ഒന്നും കുഴപ്പമില്ല, ഡാൻസ് കളിക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം. നീ ഡോക്ടർ ആരെ പഠിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഡാൻസും പാട്ടിന്റെ ഇടയ്ക്ക് ആ കാര്യം നീ മറന്നു പോരുത്. എല്ലാം വേണം, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, അറിയാലോ. നിന്റെ ലക്ഷ്യം എന്താ? ഡോക്ടർ ആണെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നീ കഠിനമായിട്ട് ഇപ്പൊ പരിശ്രമിക്കേണ്ടതെന്ന് പറയാണ്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോവാണ്. ഇതൊട്ടും പ്രതീക്ഷയില്ല അളകനന്ദ. നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതോടൊപ്പം തന്നെ മിഥുന് എന്തോ വല്ലാത്തൊരു ഫീലിങ്സ് തോന്നി. തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം സാറിന്റെ മുഖത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട പോലെ മിഥുനും തോന്നി. അങ്ങനെ അങ്ങോട്ട് കയറി പോകുന്ന വഴിക്കും മിഥുൻ പറഞ്ഞു, എന്തോ എനിക്ക് ഗൗതം സാറിന്റെ മുഖം കണ്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നില്ല എന്ന് പറയാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ നമ്മൾ തമ്മിൽ ഡിവൈഡ് ഡാൻസ് കളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്നാ തോന്നുന്നതെന്ന് പറയണം. അങ്ങനെയൊന്നുമില്ല മിഥുൻ, അതോർത്ത് മിഥുൻ വിഷമിക്കണ്ടെന്ന് പറയണം. അല്ല പിന്നെന്താ ഗൗതം സാർ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഗൗതം സാറിന്റെ ഉള്ളിൽ ഒരു ടെൻഷൻ കാണുമായിരിക്കും. മിഥുൻ അറിയാവോ, ഗൗതം സാർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ ഉപേക്ഷിച്ചിട്ടാണ് എന്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് എന്റെ കഴുത്തിൽ താലി ചാർത്തുന്നത്. പക്ഷെ താലി ചാർത്തിയതിനു ശേഷം ഗൗതം സാറിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷെ ഞാൻ കൈവിട്ട് പോവോ, അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് പറയാണ്. അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. എനിക്ക് എന്റെ ഗൗതം സാറിനെ അറിയാലോ. എന്റെ ഗൗതം സാർ പാവ, മിഥുൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാന്ന് പറയാണ്. പക്ഷെ മിഥുൻ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. പിന്നീട് കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദീവരം തറവാടാണ്. അപ്പൊ സുമംഗലാമ്മ വന്നതിന് ശേഷം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതിൽ സന്തോഷത്തിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നീട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയുണ്ട് സുമംഗലാമ്മ വിശേഷം ചോദിക്കുന്നുണ്ട്. അപ്പൊ സുമംഗലാമ്മ പറഞ്ഞു, അവിടെ എന്താ വിശേഷം, എന്റെ കാര്യം അറിയാലോ. ഇവിടുന്ന് പോയാലും ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥനയും അമ്പലങ്ങളുമായിട്ട് എങ്ങനെ നടക്കുന്നത്. ഓരോ ദിവസവും ഓരോ പ്രതീക്ഷകളാണ്. ഇന്നും അർജുൻ വരും, ഇന്നും അർജുൻ വരുമെന്ന്. അവസാനം കാത്തിരിപ്പിനിടയിൽ ഇന്നും വന്നില്ലെന്ന് അറിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും. പക്ഷെ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. എനിക്കറിയാം അവൻ ഉറപ്പായിട്ടും വരുമെന്ന്. ഈ വിഷുദിനത്തിനെങ്കിലും അവൻ വരും. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി അങ്ങോട്ട് വരുന്നത്. പിങ്കിനെ കണ്ടപടി തന്നെ ചെന്നിട്ട് സുമംഗലാമ്മ ചോദിക്കുന്നത്, എന്താ നമ്മളെ സുഖമല്ലേന്ന് ചോദിക്കുന്നുണ്ട്. സുഖ മോൾ എന്താ എന്നെ ഫോൺ പോലും ഒന്നും ചെയ്യാത്തെ? എന്റെ അർജുൻ മോനില്ല, പക്ഷെ നീ ഉണ്ടല്ലോ എന്നൊരു സമാധാനമുണ്ട്. പക്ഷെ നീ എന്നെ ഫോൺ ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം വരുന്ന ഉണ്ട് മോളെന്ന് പറയണം. പിങ്കി പറഞ്ഞു, അമ്മേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം. എനിക്കറിയാം നീ ഭർത്താവ് ഉണ്ടായിട്ട് ഇപ്പോഴും വിധവയെ പോലെ കഴിയുന്ന ഒരാളല്ലേ. എനിക്കറിയാം അർജുൻ ഇപ്പോഴും മരിച്ചെന്ന് വിശ്വസിക്കാനായിട്ട് ഞാൻ കൂട്ടാക്കിയിട്ടില്ല. അവൻ തിരിച്ചു വരും മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക പറയാണ്. പക്ഷെ പിങ്കിയുടെ മനസ്സിൽ ഒരിക്കലും അർജുൻ തിരിച്ചു വരില്ല എന്നൊരു ചിന്തയായിരുന്നു. അർജുൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തന്റെ പ്ലാനുകളും പദ്ധതികളും നടക്കില്ല. ഗൗതമിനെ തനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ഒരിക്കലും തിരിച്ചു വരാതിരിക്കുന്ന ഏറ്റവും നല്ല അതായിരിക്കും. അങ്ങനെ സുമംഗലാമ്മയോട് പറഞ്ഞു, അതെ ഇന്ന് പോകണ്ട കേട്ടോ, അമ്മ ഇവിടെ നിന്നോളം പറയാണ്. വേണ്ട മോളെ, എനിക്ക് ഇന്ന് പോകണമെന്ന് പറയാണ്. അപ്പൊ അരുന്ധതി, അതൊന്നും ശരിയാകത്തില്ല. നല്ലപോലെ ഒന്നാം തരം ഒരു വിഷു അല്ലേ, ഈ വിഷു ദിനത്തിൽ എങ്ങനെയാ ശരിയാകുന്നേ? വിഷുവിന് നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷിക്കാന്ന് പറയണം. സുമല, വേണ്ട, എനിക്ക് ആഘോഷിക്കാനുള്ള മൂഡില്ല, അറിയാലോ. എന്റെ അർജുമോൻ ഇല്ലാത്ത ആദ്യത്തെ വിഷു അത്. അപ്പൊ ആ വിഷുവിന് ഞാൻ എങ്ങനെ അർജുമോൻ ഇല്ലാതെ നിങ്ങളോടൊപ്പം ആഘോഷിക്കും? എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ലെന്ന് പറയാം. അതൊന്നും ശരിയല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷിക്കാന്നേ. പ്രിയ വന്നിട്ട് പറഞ്ഞു, എന്തിനാ ഏട്ടത്തിയമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്? സങ്കടപ്പെടാതിരിക്കുക, അർജുൻ തിരിച്ചു വരും. ഈ വിഷുവിന് അല്ലെങ്കിൽ അടുത്ത വിഷുവിന് ഉറപ്പായിട്ടും അവൻ വരും. അവനെങ്ങനെ അതേ കാലം മാറി നിൽക്കാൻ പറ്റില്ല, നമ്മളെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പൊ അർജുൻ മരിച്ചെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും അവിടെ ആർക്കും സാധിച്ചിട്ടില്ല. അർജുൻ ഒരു ദിവസം തിരിച്ചു വരുമെന്ന് വിശ്വസിക്കാൻ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം കോളേജ് വിട്ട് നന്ദ വരുന്നുണ്ട്. കോളേജ് വിട്ട് നന്ദ വന്നു കഴിയുമ്പോഴത്തേനും
സുമംഗലേനെ കാണുക. സുമംഗലെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് സുമംഗലാമ്മയെന്ന് പറഞ്ഞുകൊണ്ട്. നന്ദ ആഴ്ചയിൽ ഒന്നെങ്കിലും സുമംഗലനെ വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കും. സുമംഗലയ്ക്ക് അത്ര ഭയങ്കര ഇഷ്ടമാണ് നന്ദേനെ. നന്ദയുടെ ചോദിച്ചു എങ്ങനെയുണ്ട് മോളുടെ ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. മോളുടെ ഡാൻസ് പ്രാക്ടീസോ? അത് സൂപ്പറായിട്ട് പോകുന്നുണ്ട്. എനിക്കറിയാം മോളല്ലേ, മോള് കളിച്ചിട്ട് ഫസ്റ്റ് കിട്ടും ഉറപ്പായിട്ട്. നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്ന പറയാം. പവിത്ര ഡാൻസ് നല്ലാണെങ്കിലല്ലേ ഫസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നന്ദേച്ചിയുടെ ഒപ്പം കളിക്കുന്ന ആള് ഭയങ്കര കലാതിലോ പറയുന്ന കേട്ടെ, അതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് കിട്ടുമായിരിക്കും എന്ന് പറയാം. ദീ പവിത്ര, നീ എന്റെ നന്ദമോളെ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട കേട്ടോ. അവള് മിടിക്കുക. അവൾ ഡാൻസ് കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവള് ഫസ്റ്റും കൊണ്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇവള് ഇന്ത്യവനും തറവാണ്ട് മുത്തല്ലേ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ പിങ്കിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നന്ദനെ പൊക്കി പറയുന്നേ. നന്ദ പറഞ്ഞത് ശരി സുമംഗലമ്മേ, ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവാണ്. അങ്ങനെ മുറി ചെന്ന് കഴിയുമ്പോൾ നന്ദ ഭയങ്കര ത്രില്ലായിരുന്നു. ആ കളിക്കുന്ന ഡാൻസിനെ പറ്റി മാത്രമായിരുന്നു നന്ദയുടെ ഉള്ളിലെ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ആ കോമ്പറ്റീഷൻ വരെ മനസ്സിലൊരു ടെൻഷനായിരിക്കും. എത്രത്തോളം അത് നന്നാക്കാൻ പറ്റും അത്രത്തോളം നന്നാക്കണം. താൻ കാരണം ഇതിനൊരു ചീത്തപ്പേരുണ്ടാവില്ല. നന്നായിട്ട് ഡാൻസ് കളിക്കണം. ആ ഒരു ചിന്തയൊക്കെയാണ് നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നന്ദ ഇങ്ങനെ ഓരോന്നിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. ഗൗതം വന്ന് നോക്കുമ്പോൾ നന്ദ ഇങ്ങനെ ആലോചനയോടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താ ഇങ്ങനെ ഭയങ്കര ആലോചനയാണല്ലോ. ഡാൻസ് കോമ്പറ്റീഷൻ പങ്കെടുത്ത പിന്നെ ഇവൾക്ക് ഭയങ്കര ആലോചന. ഇനി ഇവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടോ? പറയാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ ഇനി പഠിത്തം അങ്ങനെ ഉഴപ്പുവോ? അങ്ങനെ ഗൗതം മുറിയിലേക്ക് കയറി വരണം. ഗൗതം വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയ, എന്താ ഭയങ്കര ആലോചനയിലാണോ എന്ന് ചോദിക്കും. ഇല്ല ഗൗതം സാറേ, ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ച് ആലോചിക്കരുത്. എപ്പം നോക്കിയാലും നിനക്ക് ഇത് മാത്രമേ ഉള്ളല്ലോ. എൻ്റെ പൊന്നു ഗൗതം സാറേ, അടുത്ത ദിവസമാണ് ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അതിന് ഫസ്റ്റ് പ്രൈസ് മേടിക്കണം. ഞങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? അടിപൊളിയായിട്ടാണ് നന്ദ ഡാൻസ് കളിക്കുന്നതെന്ന്. നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നാണ് പറയുന്നത്. അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ഒരു കോരിത്തെരിപ്പ് ഉണ്ടാവുക. എൻ്റെ അച്ഛൻ എന്നെ ഡാൻസ് പഠിപ്പിച്ചേ. അപ്പം ഇതുവരെ ഞാൻ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാ. അപ്പോൾ അച്ഛന് കൊടുക്കുന്ന ഒരു സമ്മാനമായിരിക്കും ഇതിന് കോമ്പറ്റീഷൻ പ്രൈസ് കിട്ടിയായിരുന്നു. ഗൗതത്തിന് മനസ്സിലായി നന്ദ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഈ കോമ്പറ്റീഷൻ പ്രൈസ് കിട്ടാനായിട്ട്. പക്ഷെ തൻ്റെ മനസ്സിലുണ്ടാകുന്ന ഈ കുടല ബുദ്ധി അത് ശരിയല്ലല്ലോ എന്നൊരു ചിന്ത ഗൗതത്തിന് മനസ്സിലുണ്ടാകുന്നുണ്ട്. ഗൗതം പറഞ്ഞു എങ്ങനെയുണ്ട് നിന്റെ മിഥുൻ എന്ത് പറയുന്നു ചോദിക്കുക. മിഥുൻ ഭയങ്കര ഹാപ്പിയാ. പക്ഷെ ഇന്ന് ഗൗതം സാറിന്റെ മുഖം കണ്ടപ്പോഴത്തേനും മിഥുൻ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിഥുൻ എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാൻ. അല്ല എന്താ നിന്റെ മിഥുൻ പറഞ്ഞത്? അതൊന്നും ഇപ്പൊ ഗൗതം സാറിനോട് പറയാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഗൗതം ആലോചിക്കണം എന്തായിരിക്കും ഇവളോട് മിഥുൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തോ ഗൗതത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനും കൂടെ ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. മിഥുനും നന്ദയും കൂടെ കൂടുതൽ സംസാരിക്കുന്ന കൂടുതൽ അടുത്തിടപെടുന്നതിനെ കാണുമ്പോൾ എങ്ങോ ഒരു വല്ലാത്തൊരു ഭീതി മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷു ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. അർജുനില്ലെങ്കിലും ഒരു നല്ല രീതിയിൽ തന്നെ വിഷു ആഘോഷിക്കണം. പിങ്കിയുടെ നന്ദയുടെ ഒക്കെ ആദ്യത്തെ വിഷു ആണല്ലോ ഇന്ത്യവരത്തിലെ. അങ്ങനെ വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ അവർ നടത്തുവാണ്. അങ്ങനെ ആ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയ്ക്കാണ് അർജുൻ വരുന്നുണ്ട്. അർജുൻ വന്നതിന് ശേഷം സുമംഗലാമ്മനെ വിളിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒന്നിച്ചേർന്ന് കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കിടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അർജുൻ വരുന്ന ഇനിയിപ്പോ സ്വപ്നം കാണുന്നതാണെന്ന് പറയാൻ പറ്റില്ല. സുമംഗലാമ്മയുടെ സ്വപ്നം മാത്രമാണെന്ന്. സ്വപ്നം ആവല്ലേന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അർജുൻ വന്നാൽ ഇനിയിപ്പം കഥ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ. പിങ്കിക്കൂടെ ഒരു പണി കിട്ടണ്ടേ? കാരണം പിങ്കി സാന്ദ്രയെ ഒത്ത് നന്ദയ്ക്കിട്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ആ പിങ്കിനെ ഒന്ന് ഒതുക്കണമെങ്കിൽ ഇനിയിപ്പം അർജുൻ വന്നാലേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ. അപ്പൊ ഇത് പ്രമോ വിശേഷങ്ങളെ കൂടി ഉൾപ്പെടുത്തി പറഞ്ഞ കേട്ടോ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ വിശേഷം വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോടെ നിർത്തുന്നു. നന്ദി.